ഹായ്. ഇന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിൽ 2-3 ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഗസ്റ്റുകളെന്ന് വെച്ചാൽ നമ്മളെ അടുത്ത റിലേറ്റീവ്സ് തന്നെ വന്നത്. അപ്പം ഈവനിങ് ടൈം ആയതുകൊണ്ട് അവർക്ക് നമുക്ക് കഴിക്കാനൊക്കെ എന്താ കൊടുക്കണ്ടേ. അപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് ഞാൻ വെച്ചാൽ അവർക്ക് ചായ തന്നെ കൊടുക്കാം. ചായ മാത്രം പോരാലോ, അതിൻ്റെ കൂടെ എന്തെങ്കിലും സ്നാക്സും ഉണ്ടാക്കാമെന്ന് വെച്ച്. പെട്ടെന്ന് വന്നതനുകൊണ്ട് പെട്ടെന്ന് എന്തൊക്കെ വീട്ടിലുള്ള അതുകൊണ്ട് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ എഗ് മസാല ഫ്രൈയും പിന്നെ ഒണിയൻ വട. എന്ന് വെച്ചാൽ നമ്മളെ മുട്ട വരിഞ്ഞ് പൊരിച്ചതും ഉള്ളിവടയും അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. അവരാണെങ്കിൽ ഭയങ്കര തിരക്കും, പോകേണ്ട തിരക്കുണ്ടായിരുന്നു അവർക്ക്. മുട്ട വേവിക്കാൻ വെച്ചു. പെട്ടെന്ന് തന്നെ ഒരു ബൗളെടുത്ത് കുനുകുന എരിഞ്ഞ് വെച്ച് സവാള അതിലേക്ക് ഇട്ടു. അതിലേക്ക് പിന്നെ ഞാൻ ചേർത്തത് പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടാം. ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ചേർത്തത് മൈദയാണ്. മൈദയും കുറച്ച് കടലമാവാണ് ഞാൻ കൂടുതലിട്ടത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്തു. ഞാൻ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തേ. പിന്നെ ഈ സ്പൂണൊന്നും ഇട്ടിട്ട് ഇളക്കുന്ന നോക്കണ്ട, അതൊക്കെ ഒരു ഷോ, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഉള്ളിവടയുടെ കൂട്ട് അതിലേക്ക് ഇട്ടു. അങ്ങനെ ഉള്ളിവട പൊരിച്ചോണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഗസ്റ്റ് പുറത്തുതന്നെ ഇരിപ്പുണ്ടേ, അവരറിയാണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വരഞ്ഞ് വെച്ച മുട്ട അത് നമുക്ക് ഫ്രൈ ചെയ്യണ്ടേ. വരിഞ്ഞ് പൊരിച്ച മുട്ടയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, പൊരിക്കണ്ടേ. അപ്പോൾ ഒരു പാൻ എടുത്ത് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നല്ലോണം ചൂടായതിന് ശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഞാൻ നമ്മൾ വരിഞ്ഞ് വെച്ച മുട്ടയില്ലേ അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക. അങ്ങനെ നമ്മളെ മുട്ട വരിഞ്ഞ് വെച്ച് റെഡിയായി. അങ്ങനെ നമ്മുടെ സ്നാക്സൊക്കെ റെഡിയായി. നമ്മൾ പ്ലേറ്റിലൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. പിന്നെ ഇപ്പോൾ ഏകദേശം ബാങ്ക് വിളിക്കേണ്ട ടൈമായി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചായയും കൂടി ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ടേബിളിലേക്ക് കൊണ്ടുവച്ച് നമ്മൾ വീട്ടിൽ വന്ന ഗസ്റ്റിനൊക്കെ വിളിച്ച് ഇരുത്തി അവരെ കൊണ്ട് ചായയൊക്കെ കുടിപ്പിച്ചതിന് ശേഷം അവർ ഹാപ്പിയായി അവർ പോയി. അപ്പോൾ അങ്ങനെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.